ഹായ് ഫ്രണ്ട്സ്, കോപ്പറേഷൻ ഇൻ ഇംഗ്ലണ്ടിലെ സഹകരണ പ്രസ്ഥാനത്തെക്കുറിച്ച് ഇന്ന് ഡിസ്കസ് ചെയ്യാം. അതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള MCQs ആണ് നമ്മളിന്ന് നോക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 1, ഹൂ ഈസ് റിഗാർഡഡ് ആസ് ദ ഫാദർ ഓഫ് ദ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്? സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് ആരാണ്? ഓപ്ഷൻ എ ചാൾസ് ഫ്യൂറിയർ, ഓപ്ഷൻ ബി റോബർട്ട് ഓവൻ, ഓപ്ഷൻ സി ഡോക്ടർ വില്യം കിങ്, ഓപ്ഷൻ ഡി ജോർജ് ഹോളിയോക്ക്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, റോബർട്ട് ഓവൻ. ക്വസ്റ്റ്യൻ നമ്പർ 2, റോബർട്ട് ഓവൻ കണ്ടക്റ്റഡ് ഹിസ് ഫേമസ് സോഷ്യൽ എക്സ്പീരിമെൻറ്റ് അറ്റ്? എവിടെ വെച്ചാണ്? ഓപ്ഷൻ എ റോച്ച്ഡെയിൽ, ഓപ്ഷൻ ബി ന്യൂ ലെനാർക്ക് മിൽസ്, ഓപ്ഷൻ സി മാഞ്ചസ്റ്റർ, ഓപ്ഷൻ ഡി ഡെൻമാർക്ക്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, ന്യൂ ലെനാർക്ക് മിൽസിൽ വെച്ചാണ് ഫേമസ് ആയിട്ടുള്ള സോഷ്യൽ എക്സ്പീരിമെൻറ്റ് കണ്ടക്ട് ചെയ്തത്. ക്വസ്റ്റ്യൻ നമ്പർ 3, The Friendly Society Act was first passed in England in? ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട് ആദ്യമായി പാസ്സാക്കിയ വർഷം ഏതാണ്? ഓപ്ഷൻ എ 1770, ഓപ്ഷൻ ബി 1785, ഓപ്ഷൻ സി 1793, ഓപ്ഷൻ ഡി 1801. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, 1793 ആദ്യമായിട്ട് ഇംഗ്ലണ്ടിൽ ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട് പാസ്സാക്കിയത്. ക്വസ്റ്റ്യൻ നമ്പർ 4, വാട്ട് വാസ് ദ മെയിൻ പർപ്പസ് ഓഫ് ഫ്രണ്ട്ലി സൊസൈറ്റീസ്? ഫ്രണ്ട്ലി സൊസൈറ്റിയുടെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ എ ടു പ്രൊമോട്ട് ട്രേഡ്, ഓപ്ഷൻ ബി ടു പ്രൊവൈഡ് സോഷ്യൽ ഇൻഷുറൻസ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പ്, ഓപ്ഷൻ സി ടു എസ്റ്റാബ്ലിഷ് കോപ്പറേറ്റീവ് ബാങ്ക്സ്, ഓപ്ഷൻ ഡി ടു റൺ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, ടു പ്രൊവൈഡ് സോഷ്യൽ ഇൻഷുറൻസ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പ്. ക്വസ്റ്റ്യൻ നമ്പർ 5, ദ ഫസ്റ്റ് സക്സസ്ഫുൾ കൺസ്യൂമർ കോപ്പറേറ്റീവ് വാസ് സ്റ്റാർട്ടഡ് ഇൻ? ആദ്യമായിട്ടൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് സ്റ്റാർട്ട് ചെയ്തത് എവിടെയാണ്? ഓപ്ഷൻ എ ലണ്ടൻ 1830, ഓപ്ഷൻ ബി ന്യൂ ലെനാർക്ക് 1815, ഓപ്ഷൻ സി റോച്ച്ഡെയിൽ 1844, ഓപ്ഷൻ ഡി മാഞ്ചസ്റ്റർ 1850. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, റോച്ച്ഡെയിൽ ഏത് ഇയറിലാണ്? 1844 ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് ഇവിടെ വന്നത്? റോച്ച്ഡെയിലിൽ വന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 6, ഹൗ മെനി മെമ്പേഴ്സ് ഫോം ദ റോച്ച്ഡെയിൽ ഇക്വിറ്റബിൾ പൈനിയർ സൊസൈറ്റി? റോച്ച്ഡെയിൽ ഇക്വിറ്റബിൾ പൈനിയർ സൊസൈറ്റി ഫോം ചെയ്യുന്ന സമയത്ത് എത്ര മെമ്പേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്? ഓപ്ഷൻ എ 12, ഓപ്ഷൻ ബി 18, ഓപ്ഷൻ സി 28, ഓപ്ഷൻ ഡി 40. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, 28 മെമ്പേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 7, വിച്ച് ആക്ട് പ്രൊവൈഡഡ് ലീഗൽ റെക്കഗ്നൈസേഷൻ ടു കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ ഇംഗ്ലണ്ട് ഫോർ ദ ഫസ്റ്റ് ടൈം? ഇംഗ്ലണ്ടിൽ ആദ്യമായി സഹകരണ സംഘങ്ങൾക്ക് നിയമ അംഗീകാരം നൽകിയ ആക്ട് നിയമം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട് 1793, ഓപ്ഷൻ ബി ട്രേഡ് യൂണിയൻ ആക്ട് 1834, ഓപ്ഷൻ സി ഇൻഡസ്ട്രിയൽ ആൻഡ് പ്രൊവിഡൻറ്റ് സൊസൈറ്റീസ് ആക്ട് 1852, ഓപ്ഷൻ ഡി കമ്പനീസ് ആക്ട് 1857. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, ഇൻഡസ്ട്രിയൽ ആൻഡ് പ്രൊവിഡൻറ്റ് സൊസൈറ്റീസ് ആക്ട് 1854. ഇയർ ഇമ്പോർട്ടൻ്റ് ആണ്, 1854. ക്വസ്റ്റ്യൻ നമ്പർ 8, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് റോച്ച്ഡെയിൽ പൈനിയർ? താഴെ പറയുന്നവയിൽ റോച്ച്ഡെയിൽ പൈനിയറിൻ്റെ ഫീച്ചർ അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 1 മെമ്പർ 1 നോട്ട്, ഓപ്ഷൻ ബി ക്യാഷ് ട്രേഡിംഗ് ഒൺലി, ഓപ്ഷൻ സി അൺലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഓപ്ഷൻ ഡി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ് ഓൺ പർച്ചേസ് ബേസിസ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, അൺലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ക്വസ്റ്റ്യൻ നമ്പർ 9, ഹൂ എമംഗ് ദ ഫോളോവിങ് പോപ്പുലറൈസ്ഡ് കോപ്പറേറ്റീവ് ഐഡിയാസ് ത്രൂ ഹിസ് ജേർണൽ ദ കോപ്പറേറ്റർ? ദ കോപ്പറേറ്റർ എന്ന മാസികയിലൂടെ സഹകരണ ആശയങ്ങൾ പ്രചരിപ്പിച്ചവർ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ റോബർട്ട് ഓവൻ, ഓപ്ഷൻ ബി ഡോക്ടർ വില്യം കിങ്, ഓപ്ഷൻ സി ചാൾസ് ഫ്യൂറിയർ, ഓപ്ഷൻ ഡി ജോർജ് ഹോളിയോക്ക്. ആരാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, ഡോക്ടർ വില്യം കിങ്. ക്വസ്റ്റ്യൻ നമ്പർ 10, ദ ഇൻഡസ്ട്രിയൽ ആൻഡ് പ്രൊവിഡൻറ്റ് സൊസൈറ്റീസ് ആക്ട് 1852 വാസ് സിഗ്നിഫിക്കൻറ്റ് ബിക്കോസ്? എന്തുകൊണ്ടാണ്? ഓപ്ഷൻ എ ഇറ്റ് അലൗഡ് ട്രേഡ് യൂണിയൻ ടു രജിസ്റ്റർ,
ഓപ്ഷൻ ബി ഇറ്റ് ലീഗലൈസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ ഇംഗ്ലണ്ട്. ഓപ്ഷൻ സി ഇറ്റ് ഗേവ് പവർ ടു ഫ്രണ്ട്ലി സൊസൈറ്റി. ഓപ്ഷൻ ഡി ഇറ്റ് റെസ്ട്രിക്റ്റഡ് കോപ്പറേറ്റീവ് ട്രേഡിംഗ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇറ്റ് ലീഗലൈസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ ഇംഗ്ലണ്ട്. സഹകരണ സംഘങ്ങൾക്ക് നിയമ അംഗീകാരം നൽകി. എവിടുത്തെ? ഇംഗ്ലണ്ടിലെ. Question number 11. The Rochdale Principle later become the foundation of. The Rochdale Principle പിന്നീട് അടിസ്ഥാനമായത് എന്തിനാണ്? ഓപ്ഷൻ എ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ്. ഓപ്ഷൻ ബി ICA കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. ഓപ്ഷൻ സി ബ്രിട്ടീഷ് ട്രേഡ് യൂണിയൻസ്. ഓപ്ഷൻ ഡി മ്യൂച്വൽ ഇൻഷുറൻസ് ആക്ട്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ICA കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. Question number 12. Which of the following കറക്റ്റ്ലി മാച്ചസ് ഇയർ ആൻഡ് ഈവൻറ്റ്? താഴെ പറയുന്നവയിൽ കറക്റ്റായിട്ടുള്ള ഇയറും ഈവൻറ്റും എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 1793 ഇൻഡസ്ട്രിയൽ ആൻഡ് പ്രൊവിഡൻറ്റ് സൊസൈറ്റീസ് ആക്ട്. ഓപ്ഷൻ ബി 1844 റോച്ച്ഡെയിൽ പയനിയർ സൊസൈറ്റി. ഓപ്ഷൻ സി 1852 ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട്. ഓപ്ഷൻ ഡി 1863 ന്യൂ ലെനാർക്ക് എക്സ്പെരിമെൻറ്റ്. ഓപ്ഷൻ എന്താണ്? ബി ആണ് കറക്റ്റ് ആൻസർ. 1844 റോച്ച്ഡെയിൽ പയനിയർ സൊസൈറ്റീസ് ആക്ട്. ബാക്കിയൊക്കെ തെറ്റാണ്. ഇൻഡസ്ട്രിയൽ ആൻഡ് പ്രൊവിഡൻറ്റ് സൊസൈറ്റീസ് ആക്ട് ഇയർ വരുന്നത് 1852 ആണ് കറക്റ്റ്. ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട് കറക്റ്റ് എന്ന് പറയുന്നത് 1793 ആണ്. ന്യൂ ലെനാർക്ക് എക്സ്പെരിമെൻറ്റ് കറക്റ്റ് ആൻസർ 1815 ആണ്. Question number 13. Robert Owen ideas of Village of Cooperation was based on. Village of Cooperation എന്താണ് റോബർട്ട് ഓവൻ്റെ ആശയം ബേസ് ചെയ്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ഓപ്ഷൻ എ സെൽഫ് സഫിഷ്യൻറ്റ് കമ്മ്യൂണിറ്റീസ്. ഓപ്ഷൻ ബി സ്റ്റേറ്റ് കൺട്രോൾ ഓവർ ഇൻഡസ്ട്രീസ്. ഓപ്ഷൻ സി ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രിയലൈസേഷൻ. ഓപ്ഷൻ ഡി ട്രേഡ് യൂണിയൻ മൂവ്മെൻറ്റ്. ആൻസർ സെൽഫ് സഫിഷ്യൻറ്റ് കമ്മ്യൂണിറ്റീസ് ആണ്. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് സ്വയം പര്യാപ്തമായ സമൂഹങ്ങൾ എന്നാണ്. Question number 14. Who among the following is known as the historian of the cooperative movement in England? ഇംഗ്ലണ്ടിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ഹിസ്റ്റോറിയൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഓപ്ഷൻ എ ജോർജ് ജേക്കബ് ഹോളിയോക്ക്. ഓപ്ഷൻ ബി റോബർട്ട് ഓവൻ. ഓപ്ഷൻ സി വില്യം കിങ്. ഓപ്ഷൻ ഡി ചാൾസ് ഫ്യൂറിയർ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ജോർജ് ജേക്കബ് ഹോളിയോക്ക്. Question number 15. The Cooperative Wholesale Society CWS in England was established in. ഇംഗ്ലണ്ടിലെ കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തതെന്നാണ്? ഓപ്ഷൻ എ 1844. ഓപ്ഷൻ ബി 1852. ഓപ്ഷൻ സി 1863. ഓപ്ഷൻ ഡി 1817. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 1863. Question number 16. The Cooperative Wholesale Society CWS later expanded into. കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റി പിന്നീട് വ്യാപിപ്പിച്ച മേഖലകൾ ഏതൊക്കെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ്. ഓപ്ഷൻ ബി ഫാമിംഗ്. ഓപ്ഷൻ സി മാനുഫാക്ചറിങ്. ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദിസ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓൾ ഓഫ് ദിസ്. Question number 17. Which principle of Rochdale influenced democratic institutions worldwide? ലോകമെമ്പാടുമുള്ള ജനാധിപത്യ സ്ഥാപനങ്ങളെ സ്വാധീനിച്ച റോച്ച്ഡെയിൽ പ്രിൻസിപ്പിൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ലിമിറ്റഡ് റിട്ടേൺ ഓഫ് ക്യാപിറ്റൽ. ഓപ്ഷൻ ബി ഓപ്പൺ മെമ്പർഷിപ്പ്. ഓപ്ഷൻ സി വൺ മെമ്പർ വൺ വോട്ട്. ഓപ്ഷൻ ഡി പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. വൺ മെമ്പർ വൺ വോട്ട്. Question number 18. The Rochdale Society was also known as. റോച്ച്ഡെയിൽ സൊസൈറ്റീനെ വേറെ എന്ത് പേരിൽ അറിയപ്പെടുന്ന? ഓപ്ഷൻ എ ഫ്രണ്ട്ലി പൈനിയർ സൊസൈറ്റി. ഓപ്ഷൻ ബി ഇക്വിറ്റബിൾ പൈനിയർ സൊസൈറ്റി. ഓപ്ഷൻ സി മ്യൂച്വൽ എയ്ഡ് സൊസൈറ്റി. ഓപ്ഷൻ ഡി ലേബർ കോപ്പറേറ്റീവ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇക്വിറ്റബിൾ പൈനിയർ സൊസൈറ്റി. Question number 19. The cooperative movement in England was mainly a movement of. കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇംഗ്ലണ്ടിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ആർക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു? ഓപ്ഷൻ എ ഫാർമേഴ്സ്. ഓപ്ഷൻ ബി വർക്കേഴ്സ് ആൻഡ് ആർട്ടിഷ്യൻസ്. ഓപ്ഷൻ സി ഗവൺമെൻറ് ഒഫീഷ്യൽസ്. ഓപ്ഷൻ ഡി ഇൻഡസ്ട്രിയലിസ്റ്റ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. വർക്കേഴ്സ് ആൻഡ് ആർട്ടിഷ്യൻസ്.
Question number 20. Which year is celebrated as the birth year of modern cooperation? മോഡേൺ കോപ്പറേഷൻ്റെ ബർത്ത് ഇയർ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ഇയർ ഏതാണ്? ഓപ്ഷൻ എ 1771, ഓപ്ഷൻ ബി 1793, ഓപ്ഷൻ സി 1844, ഓപ്ഷൻ ഡി 1852. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി 1844. Question number 21. Which of the following is considered the first consumer cooperative in the world? എന്താണ് ലോകത്തിൽ തന്നെ ആദ്യത്തെ കൺസ്യൂമർ കോപ്പറേറ്റീവ് ആയിട്ട് കൺസിഡർ ചെയ്തത് ഏതാണ്? ഓപ്ഷൻ എ ഹൾക്കോൺ മിൽ, ഓപ്ഷൻ ബി റോച്ച്ഡെയിൽ ഇക്വിറ്റബിൾ പൈനിയർ സൊസൈറ്റി, ഓപ്ഷൻ സി ന്യൂ ലെനാർക്ക് മിൽ, ഓപ്ഷൻ ഡി മാഞ്ചസ്റ്റർ യൂണിയൻ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, റോച്ച്ഡെയിൽ ഇക്വിറ്റബിൾ പൈനിയർ സൊസൈറ്റി. Question number 22. The Rochdale Pioneer Society started with how many commodities? ഈ റോച്ച്ഡെയിൽ പൈനിയർ സൊസൈറ്റി സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും എത്ര പേര് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്? ഓപ്ഷൻ എ 2, ഓപ്ഷൻ ബി 4, ഓപ്ഷൻ സി 6, ഓപ്ഷൻ ഡി 8. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, 6. 6 മെമ്പേഴ്സിനെ വെച്ചാണ് അവർ സൊസൈറ്റി സ്റ്റാർട്ട് ചെയ്തത്. Question number 23. The cooperative union in England was formed in? ഇംഗ്ലണ്ടിലെ കോപ്പറേറ്റീവ് യൂണിയൻ ഫോം ചെയ്ത ഇയർ എന്നാണ്? ഓപ്ഷൻ എ 1869, ഓപ്ഷൻ ബി 1870, ഓപ്ഷൻ സി 1873, ഓപ്ഷൻ ഡി 1880. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, 1869. Question number 24. Which country is considered the birthplace of modern cooperation? മോഡേൺ കോപ്പറേഷൻ്റെ ബർത്ത് പ്ലേസ് ആയിട്ട് കൺസിഡർ ചെയ്തത് ഏത് കൺട്രീനെയാണ്? ഓപ്ഷൻ എ ഫ്രാൻസ്, ഓപ്ഷൻ ബി ജർമ്മനി, ഓപ്ഷൻ സി ഇംഗ്ലണ്ട്, ഓപ്ഷൻ ഡി സ്വിറ്റ്സർലാൻഡ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, ഇംഗ്ലണ്ട്. Question number 25. The journal The Cooperator was started in? The Cooperator എന്ന മാസിക സ്റ്റാർട്ട് ചെയ്ത ഇയർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 1810, ഓപ്ഷൻ ബി 1828, ഓപ്ഷൻ സി 1830, ഓപ്ഷൻ ഡി 1832. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, 1830ലാണ് ദ കോപ്പറേറ്റർ സ്റ്റാർട്ട് ചെയ്തത്.